വിനോദല്ലേ? അതെ സാർ. ഈ ഗീത എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സാർ. ഭാര്യയും കുഞ്ഞു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ പത്രത്തിൻ്റെ കൂട്ടിൽ നോട്ടീസ് കണ്ടപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചത്. വൈഫ് ഇവിടെ ഉണ്ടോ? ആ ഉണ്ട് സാർ. ഒന്ന് വിളിക്കാം. രേവതി വാ സാറേ. ഈ ഗീത എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വല്ല വണ്ടി വിളിച്ചിട്ടാണോ? അല്ല സർ, നടന്നിട്ടാ വന്നേ. ആ, ഒറ്റയ്ക്കാണോ വന്നേ? അതെ സർ. എത്ര മണിക്ക്? 3:30 കാണും സർ. ആ, 3:30 കാണും സർ. ഓ, എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ? മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിലെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവറുണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ പരിസരത്ത് വേറെ വീടുകളുണ്ടോ? ഒരു 8-10 വീടുണ്ട് സർ. മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിലെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവറുണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഗീത ഇവിടെ വന്നു എന്നല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല സർ. ഗീത പോയതിന് ശേഷം ഇങ്ങനൊരു വണ്ടി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല സർ. ആ വീട്ടിൽ നിന്ന് ഇതുപോലൊരു വണ്ടി. ഞാനും അവിടെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടതായി ഓർക്കുന്നു സാർ. അവിടെ ആരാ താമസിക്കുന്നത്? ബിൽഡിംഗ് വർക്കേഴ്സാണെന്ന് തോന്നുന്നത്. അവിടെ അങ്ങനെ ആളെ എനിക്കൊന്നും കാണാറില്ല. ഐസക് മുതലാളിയുടെയാണ് ആ വീട് സ്ഥലവും. അവർക്ക് വാടകയ്ക്ക് എന്താ കൊടുത്തേക്കാൻ തോന്നുന്നു. സാർ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഫെലിക്സ്, ഇവിടെ താമസിക്കുന്നവരുടെയും വണ്ടിയുടെയും ഡീറ്റെയിൽസ് എടുക്കും ഇമ്മീഡിയറ്റ് ആയിട്ട്. ഓക്കെ സാർ. ഐസക് വഴി സംസാരിച്ചു. മൂന്നാറിലൊരു ഗാലക്സി എന്ന് പറഞ്ഞ ഏജൻസിക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ ആരാ? ആ നിൽക്കുന്ന ആളാ. ഞാൻ പോയത് ശരിയാണ് കേട്ടോ, കുഴപ്പമില്ലാന്ന്. ശരി, ഇയാളാണോ ഇതിൻ്റെ ഓണർ? ആ അതെ. ആ, ഞാൻ ജോൺ. ആ, ദൈവകുളം സി എ ആണ്. ആ എന്താ സാറേ? ഇയാളൊന്ന് പുറത്തേക്ക്. ഓ, ആ, നിങ്ങളുടെ പേരെന്താ? ജോബി. ഈ ജോബി. ഈ ഐസക്കിന്റെ വീട് നിങ്ങളാണോ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്? അതെ സാറേ. അവിടെ ആരൊക്കെയാ താമസം? സാധാരണ അങ്ങനെ ആരും താമസിക്കാറില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം പോലെയാണ് ആ ബിൽഡിംഗ് യൂസ് ചെയ്യണത്. ആ, പിന്നെ പണിക്കാർ കൂടുതലുണ്ടെങ്കിൽ 1-2 പേര് അവിടെ പോയി താമസിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മഹീന്ദ്രയുടെ പിക്കപ്പ് ഉണ്ടോ? ആ ഉണ്ട് സാറേ. എത്ര ഉണ്ട്? 2 ഉണ്ട്. അതെവിടെയുണ്ടോ? ഒരെണ്ണം ഇവിടെ ഉണ്ട്, ആ, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം വർക്ക്ഷോപ്പിലാ. ആ, ഇവിടെയുള്ള ഒന്ന് കാണാൻ പറ്റും? ആ കാണാം. പാടോ എവിടെയാ? അതെ സാറേ. ഇതാ സാറേ വണ്ടി. ഇനി നമ്പറുണ്ട് സാർ.
ഇതല്ല. വാ. സാർ ആ വണ്ടിക്ക് നമ്പർ ഉണ്ട്. തന്നെ മറ്റേ വണ്ടി ഇവിടെ അതവിടെ വർക്ക്ഷോപ്പിലെ സാറേ. വണ്ടി കയറി. ആ കേറ്. കേറ്. ഇത് സാറേ. ഇതെന്തോ ഈ വണ്ടിക്ക് ഈ സൈഡിൽ മാത്രം നമ്പർ ഇല്ലാത്ത? സാറേ ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. എനിക്കറിയില്ല. ഞാനവിടെ പിള്ളേരോട് ചോദിച്ചോട്ടെ, ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. ഇതാരെ വണ്ടി ഓടിക്കണേ? എന്റെ പണിക്കാരനാ ഇവിടുത്തെ ഡ്രൈവർ വെങ്കിട്. അവനെന്തേ? അവിടെ ഇല്ല, ഇന്നലെ ചെന്നൈയിലേക്ക് പോയേക്കാ. ചെന്നൈയിലേക്ക് പോയേക്കാ. എന്തിന്? ഞങ്ങളുടെ ഒരു ബോർവെല്ലിന്റെ ലോറി കൊടുക്കാൻ വേണ്ടി വെങ്കിടും എൻ്റെ അനിയൻ ജിജോനും കൂടി പോയത്. എപ്പോഴാ പോയേ? ഇന്നലെ വൈകിട്ട്. എന്താ ഇപ്പൊ ലോറി കൊടുക്കാനുള്ള കാരണം? ഈയിടെയായിട്ട് കുറച്ച് നഷ്ടത്തില്ല സാറേ. പിന്നെ കുഴിക്കണോടത്തൊന്നും നേരിച്ച് വെള്ളം കിട്ടണല്ലേ. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസലായി പോയി. പിന്നെ അതേ ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ ആകെ ടെൻഷനായി. അതുകൊണ്ട് ലോറി കൊടുക്കാനുള്ള കാരണം. എന്താ സാറേ പ്രശ്നം? ഈ വെങ്കട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഒരു 4 മാസമായിട്ടുണ്ട്. ഈ വെങ്കട് ആ റൂമിൽ പോയി കിടക്കാറുണ്ടോ? ഇടയ്ക്ക് പോയി കിടക്കാറുണ്ട് സാറേ. സാർ, ഇതിന്റെ താക്കോൽ തന്നെ ഉണ്ടോ? ഇല്ല സാറേ. ഫ്ലെക്സ് തുറക്കാം.